ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്ക് 14ാമത്തെ ദിവസം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വീട്ടിൽ നമ്മളിവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റ്, അടിപൊളി അപ്പാർട്ട്മെന്റാണ് നമുക്ക് കിട്ടിയത്. എല്ലാ സൗകര്യങ്ങളും കിച്ചണൊക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കി. കാരണം പലപ്പോഴും നമുക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് പാനിപ്പൂരിയും ബേൽപൂരിയും പാവപ്പറ്റിയൊക്കെ കഴിക്കുമ്പോൾ നടക്കും. അതാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരവസ്ഥ. പക്ഷെ ഞങ്ങൾക്കത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന പ്രശ്നം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. മാർക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് ബിൽക്കാനിൽ നിന്ന് അമൃത്സറിലേക്കാണ്. ഒരു നല്ല ജേണിയാണ്. ഒരു 10 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമൃത്സറിൽ നിന്ന് നമ്മൾ വാഗ അങ്ങനെയുള്ള പഞ്ചാബുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വീഡിയോസ് കാണിച്ചു തരാം. ഞങ്ങൾ പാക്കിംഗ് ആണ്. ഇപ്പോൾ വണ്ടി സെറ്റ് ചെയ്യണം. മൊത്തം കുറേ പേർക്ക് വണ്ടി 13 ദിവസത്തെ യാത്രയുടെ ഒന്ന് റീസെറ്റ് ചെയ്യണം വണ്ടി. ഓക്കെ, താങ്ക് യു. നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് ഇന്നിപ്പോ നമ്മൾ പോകുന്നത് ആദ്യത്തെ ലൊക്കേഷൻ ഇത് ശ്രീഗംഗ എന്നതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് ഇവിടുന്ന് 4 hours ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നേരെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ മെയിൻ ഹൈവേക്ക് വരും, നമ്മുടെ നാഷണൽ ഹൈവേക്ക്. അപ്പോൾ അവിടത്തെ ബാക്കി വിശേഷം കാണാം. നമ്മളപ്പോ അങ്ങനെ ഹരിയാന എത്തിട്ടാ. നമ്മള് ഗുജറാത്ത് കഴിഞ്ഞ് ഹരിയാന കയറി. ഇനി ഇവിടെ നേരെ അടുത്തത് നമ്മൾ പഞ്ചാബിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഡീസൽ അടിക്കാൻ വന്നാട്ടോ, ഹൈവേ നാട്ടിൽ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ചായ കുടിക്കാനും കയറി. അതിൻ്റെ കൂടെ തന്നെ ചൂട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷെ നമ്മുടെ അത്ര ചൂടൊന്നും ഇല്ലാട്ടാ. ഞങ്ങള് വരുന്ന വഴിക്ക് ഹരിയാനയില് വണ്ടിയുടെ വൈപ്പറിനൊരു കംപ്ലൈന്റ് ഉണ്ടായി. അപ്പൊ അത് കയറ്റാൻ വേണ്ടി എന്താ നമ്മൾ ടൊയോട്ടയുടെ ഷോറിനെ പറ്റിയിട്ടാ. അത് വണ്ടി ഇപ്പൊ ഞാൻ സർവീസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഹായ്, നമസ്കാരം. നമ്മളിപ്പോ ഹരിയാന കഴിഞ്ഞ് അടുത്ത പഞ്ചാബിലേക്ക് പാസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. അതാണ് ഹരിയാനയുടെ ബോർഡർ. ഹരിയാന ഇനി പഞ്ചാബാണ്. പഞ്ചാബിന്റെ ബോർഡ് പകുതിയില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ പൂണ വഴിക്ക് മുന്തിരി കണ്ടു. അപ്പൊ അത് മേടിക്കാനായിട്ട് നിർത്തി. കണ്ട പച്ച കളർ 2 തരത്തിലാണ്. നല്ല അടിപൊളി മുന്തിരി. അത് മേടിച്ചിട്ട് പാച്ചു. അപ്പൊ ഇത് മേടിക്കാൻ വെച്ചു. നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റുള്ള മുന്തിരി. ഭയങ്കര ചെറിയതാണ്, പക്ഷെ ടേസ്റ്റ് അപ്പാര ടേസ്റ്റ് ഒരു ശരിയാണ്. അത്ര അടിപൊളി മുന്തിരിയാണ്. അല്ലമ്മോ കൂട്ടാനുണ്ട്. അത്ര ഉള്ളു. നമ്മുടെ അദാനിയുടെ സിമന്റ് കമ്പനി ഫാക്ടറി, പഞ്ചാബിലുള്ള സിമന്റ് ഫാക്ടറി അദാനി. ഇത് ഗുജറാത്തിൽ മാത്രമല്ല, എല്ലാവരും കമ്പനികളുണ്ട്. ഓക്കെ ഗൈസ്, ബൈ. നമ്മളിത് വരുന്ന വഴിക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ടീ ബ്രേക്ക് ഉണ്ടാവും. ഇതാട്ടുള്ളത് ചായക്കട. ധാബ സെറ്റപ്പിലാണ്. ആൾക്കാർ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അവിടുത്തെ ധാബ സെറ്റപ്പുള്ള ചായക്കട. ഓക്കെ ഗൈസ്, നമ്മളിത് വരുന്ന വഴിക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ടീ ബ്രേക്ക് ഉണ്ടാവും. ഇതാട്ടുള്ളത് ചായക്കട. ധാബ സെറ്റപ്പിലാണ്. ആൾക്കാർ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അവിടുത്തെ ധാബ സെറ്റപ്പുള്ള ചായക്കട. ഓക്കെ ഗൈസ്, അതെ വെള്ളരിക്കും പിന്നെ നമ്മുടെ ചോളം അതിന്റെ കൃഷിയാട്ടെ മൊത്തം. ഇതൊക്കെ കാണുന്ന വെള്ളരിക്ക. അത് ഇപ്പുറത്തെ കാണുന്നതാണ് ചോളം. ഈ കാണുന്നതൊക്കെ ചോളം. പഞ്ചാബിലെ ഡാമാണ് കാണുന്നത്. ഓക്കെ,
അപ്പൊ ഗൈസ് ഞങ്ങള് ഓൾമോസ്റ്റ് ഇപ്പോ അമൃത്സർ എത്താറായി. ഇവിടുന്ന് ഓൾമോസ്റ്റ് എത്രയുണ്ട് 14 കിലോമീറ്റർ ഉണ്ട്. അതെ അതെ എല്ലാരും അച്ഛന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി. പാട്ടും കൂത്തിന്റെ ഒക്കെ വീഡിയോ കാണാം. അമ്മ അതേ ഇവിടുന്ന് ഒന്നുറങ്ങും ഒന്ന് എണീക്കും ഒന്നുറങ്ങും ഫ്രണ്ട് സീറ്റ് പിടിച്ച് ഉറങ്ങാൻ വന്നിക്കാണ്. അമൃത്സർ 10 കിലോമീറ്റർ ഇവിടുന്ന് പത്താംകോട്ടിലേക്ക് 119 കിലോമീറ്റർ ഉള്ളത്. ഞങ്ങളിപ്പോ അമൃത്സറിലേക്കാണ് പോണത്. ഞങ്ങളുടെ യാത്ര നമ്മള് പഞ്ചാബിലെത്തിയപ്പോഴേ നമ്മള് സാധനങ്ങൾ കുറച്ച് നമ്മുടെ ഡ്രസ്സുകള് യൂസ്ഡ് കയറ്റി വിടുകയാണ് വണ്ടിയിൽ തലയിലാണ്. അതേ ആള് പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരെ കേരളത്തിൽ കയറ്റി വിടത്. നമ്മളിനി ബാക്കി കാര്യം കൂടി നോക്കും. ഞാനിങ്ങനെ ഒരു ചായ കട നിർത്തി. അയ്യോ ആ പശുമ്പാൽ ആട്ടുമ്പാലാണോ കഴുതമ്പാലാണോ അറിയില്ല. ഞാൻ പറയാം. ഞങ്ങക്ക് ഈ യാത്രയിൽ പറ്റിയ അബദ്ധങ്ങളുടെ ഒരു ഒന്നാമത്തെ എന്താണ് അത്, ഇതുവരെ വേറെ ഒന്നും പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് പറ്റിയതാ. ഞാനൊരു ലസ്സി ഒരു സാധാരണ കട കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു പഞ്ചാബിയുടെ ലസ്സി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ലസ്സി ഉപ്പിട്ടുള്ള ലസ്സിയാണോ മധുരമുള്ള ലസ്സിയാണോ വേണ്ടത് ചോദിച്ചു. അങ്ങനെ ആലോചിച്ചത് ഇങ്ങനെ വയ്ക്കുന്നത് സാധാരണ ലസ്സി മധുരമുള്ളതല്ലേ. അത് കഴിഞ്ഞിട്ട് ചായ പറഞ്ഞു. ലസ്സി ഉണ്ടാക്കണോണ്ടപ്പോ നമുക്ക് തോന്നി എന്തോ പന്തികേട് തോന്നി. അപ്പോ ഉണ്ടാക്കിയതെന്ന് വെച്ചാല് അവര് തൈരിന് പകരം മോരെടുത്തിട്ട് ഉണ്ടാക്കി. മോരില് കുറച്ച് പഞ്ചസാരയിട്ട് കുറച്ച് ജീരകപ്പൊടി ഇട്ട് തന്നു. അതൊരു സിപ്പടിച്ചപ്പോ മനസ്സിലായി സംഭവം പാടി. അപ്പുണ്ണിക്ക് വേണ്ട വെച്ചാൽ അപ്പുണ്ണി വേണ്ട പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ അങ്ങനെ അത് അവർക്ക് തന്നെ അവരോടെ കുടിച്ചോളം പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. കാശും കൊടുത്തു പോകുന്നു. ചായ പറഞ്ഞത് എന്ത് എലിമപ്പല്ലോട്ട് പല്ലും ചായ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പുണ്ണി പറഞ്ഞത്. എന്നിട്ട് അമ്മ അതിന്റെ വേറെ അഭിനയം ഉണ്ടായിരുന്നു. ഏതൊരു മറ്റേ മിഠായി ഒരു കണ്ടുപിടിച്ചു സൂപ്പർ. അത് പറഞ്ഞിട്ട് ഓർമ്മയുള്ളൂ. വേപ്പിന്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് മഹത്തായ വ്യക്തി. ആദ്യത്തെ പരിപാടി നേരെ ഫുഡ് കോർട്ടിൽ പോവാണ്. അപ്പൊ ഫുഡ് കോർട്ടിലേക്കുള്ള യാത്രയാണ് കാണുന്നത്. ബാക്കി ഫുഡ് കോർട്ട് പോയിട്ട് ഫുഡ് കോർട്ട് പറഞ്ഞ സാധനം കാണാല് അതാണ് വേറെ കോമഡി. അപ്പൊ അങ്ങനെയുള്ള പോക്ക്. അപ്പൊ നമ്മള് ഈ KFC വന്നിക്കാട്ടാ. ഇന്നിപ്പോ രാത്രി KFC ഒതുക്കാന്ന് വെച്ചു. KFC ഫുഡ് മേടിക്കാൻ വന്നിക്കാണ്. നമ്മള് ബക്കറ്റ് ചിക്കൻ പറഞ്ഞിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടാ. ബാക്കി നമുക്ക് വന്നിട്ട് കാണാം. ഓക്കെ ഫുഡ് അടി കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മള് ഇന്ന് റൂമിലെത്തിയത് പുറത്തേക്ക് ഒരു മോളിലേക്ക് വന്നാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാരും ഉണ്ട്. ഇപ്പൊ നേരെ എൻട്രി ചെയ്യട്ടെ. ഇപ്പൊ ഫുഡൊക്കെ ഒന്ന് പുറത്തുനിന്ന് നമ്മള് പഞ്ചാബ് മോള് നമ്മളെ മോള് അവരുടെ സ്പെഷ്യൽ എന്താണ് എല്ലാം ട്രൈ ചെയ്താണ് നമ്മുടെ യാത്ര. വ്യത്യാസങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടാണ് സ്ഥലങ്ങൾ കാണുന്നു. അതിന്റെ കൂടെ തന്നെ മോളിൽ എന്തൊക്കെയാണ് ഓരോ മോളിലും വ്യത്യാസങ്ങൾ. അപ്പൊ ഡേ 14 അവസാനിക്കാണ്. ഡേ 15 ആയിട്ട് നമുക്ക് നാളെ കുറച്ച് ഗോൾഡൻ ടെമ്പിൾ പിന്നെ 1-2 സ്ഥലങ്ങളിൽ പോകാണ്ട്. അപ്പോൾ ഡേ 15 നമുക്ക് കാണാം നാളെ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.